ഇവിടെ തടവിയിട്ട് ഇങ്ങനെ കുട്ടിന്റെ കല്യാണത്തിന് മുമ്പ് 3 പ്രണയങ്ങൾ ഉണ്ടായില്ലേ കുട്ടു? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? എനിക്ക് കുട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. ഒരു 25ാമത്തെ വയസ്സിലൊരു പ്രേമം പൊടിഞ്ഞപ്പോഴേക്ക് ബോധോദയം ഉണ്ടായത്. നമ്മൾ പോണ വഴി പിഴച്ച വഴിയാണ്. നിങ്ങളെ രക്ഷപ്പെടുത്തിയത് അയാളല്ലേ? ഞാൻ അവളെ വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞു. എന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് അവളുടെ കാല് പിടിക്കണമെന്നുണ്ടായിരുന്നു. ഭർത്താവിന്റെ ചവിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ഒഴിവാക്കി. ഏറ്റവും വലിയ വിറ്റ് എന്താ വെച്ചാൽ അവളെ ഹസ്ബൻഡ് എന്റെ ഭയങ്കര ഫാനാ. അവൻ അറിയൂല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. നിങ്ങൾ പോകുന്നത് ഞങ്ങൾ കല്യാണമൊക്കെ പറഞ്ഞതിണ്ട്. എന്റെ അച്ഛനും അമ്മയുടെ കല്യാണം നടത്തിയത് ഇവളുടെ അച്ഛനാ. അടിപൊളി. അതാണ് കഥയിലെ ഏറ്റവും വലിയ ടിസ്റ്റ്. അപ്പൊ ആള് വിചാരിക്കണ്ടാവും എന്തിനാണ് ഞാൻ എന്നാ വഴിക്ക് പോയത്. എന്റെ ചേച്ചിക്കും എനിക്കും സെയിം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭീകരനാണോ ഭീകരൻ? കൊട്ടും ഭീകരൻ. ചേച്ചിയെ നോക്കി തനിയത്തെ കിട്ടിയ അവസ്ഥ കിട്ടും. ചേച്ചിയെ നോക്കി തനിയത്തെ കിട്ടിയ അവസ്ഥ കിട്ടും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആ കഥ ഞാൻ അവളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അടിയന് തമ്മിൽ അഡൽട്ട് കോമഡിയിലേക്ക് പോകുന്നതൊരു മറ്റേത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സദാചാരക്കാര് കയറി നിരങ്ങും. എന്നാ ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാര് വരും. തോറ്റവരുടെ PSC ഗ്രൂപ്പിന്റെ തലവനാണ്. ഭയങ്കര ഇവിടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടു പഠിക്കരുതെന്ന് നാട്ടുകാർ പറയാം. കൊല്ലത്തുള്ളൊരു ചേച്ചി പറയണം എന്നെ കണ്ടു പഠിക്കണം. ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് സിനിമയിൽ കയറി ഒരു കഥ പറയാനുണ്ട്. ഞാൻ അനിമല് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോളോ ഒന്നും. ഞാൻ ഒമർലൂലാണ്. എനിക്കൊരു ബാറ്റ് എടുക്കണം. സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ ചിലപ്പോൾ ലോകത്തായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ബാറ്റിലാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. ബാറ്റ് കടക്കാരന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കേണ്ടി അവസാനം. ഒരു ദിവസം 500 ബാറ്റിന്റെ ഓർഡർ ഒക്കെ വന്നു. ഇത്ര ആൾക്കാരിലെത്തി. GCC കൺട്രി മൊത്തം എത്തിയ വീഡിയോ. ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് സിനിമയിൽ കയറി ഒരു കഥ പറയാനുണ്ട്. ഞാൻ അതിനു മുമ്പ് പെരിങ്ങണ്ടൂർ സിറ്റിയിലാണ് ഞാനുള്ളത്. അങ്ങനെയല്ലേ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര്? പക്ഷെ ഇത് സിറ്റി ആക്കിയ ട്രിക്ക് കൊള്ളാം കേട്ടോ. ഞാൻ ആ സിറ്റിയുടെ കഥ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇവരേക്കൊന്ന് പരിചയപ്പെടാം. ശിവപ്രസാദും താരയും നിങ്ങൾക്ക് അറിയുന്നവരാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് അഡൽട്ട് കോമഡീസ് കൂടുതലുണ്ടായിരുന്നു. ആ കോമഡി രസകരമായി നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. കൂടെയുള്ളത് രാഹുലുണ്ട്, ജിതിനുണ്ട്, ശ്യാമുണ്ട്. ശ്യാം ശരിക്കും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? ഇവരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ. പക്ഷെ കൊള്ളാം കേട്ടോ, നിങ്ങൾക്ക് കിട്ടിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊള്ളാം. ശിവ, ശരിക്കും ഈ സിറ്റിയെ ഈ പെരിങ്ങണ്ടൂർ സിറ്റി ആക്കിയതിന്റെ പിന്നിലെ ബുദ്ധിയാരാ? പേര് സജസ്റ്റ് ചെയ്ത ഒരു ഫ്രണ്ടാണ്. പിന്നെ അന്ന് സ്കൂളിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ. ഒരു സ്കൂളില് ഞാൻ പിന്നെ 3ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. ജിതിൻ ചേട്ടൻ എന്റെ തൊട്ട് സീനിയർ ആയിരുന്നു. ശ്യാമന്റെ അനിയനാണ്. സ്വന്തം അനിയനാണ്. പിന്നെ എന്റെ വൈഫ് എന്റെ നൈബറാണ്, തൊട്ടപ്പുറത്ത് വീടാണ്. ഞങ്ങളൊക്കെ ഈ കട്ടയിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങള് സ്കൂളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീട് എവിടെ വെച്ചപ്പോ പറഞ്ഞാണ് പെരിങ്ങണ്ടൂർ സിറ്റിയിലാന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 8th പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള വാക്കാണത്. പിന്നെ അത് അങ്ങനെ ഞങ്ങളുടെ ഇതിന്റെ കൂടെ കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒരു കൗതുകം. അവർ 2 വീഡിയോ ഹിറ്റായപ്പോ പിന്നെ ഒരിക്കലും ചോദിച്ചു ഇങ്ങനെ ആരോ രസമുണ്ട് പേരുണ്ട് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് അതങ്ങോട്ട് സ്ഥിരമാക്കിയ പേര്. തുടങ്ങുന്നതിന് മുമ്പേ ആ കുട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡയലോഗ് പറയൂ, ഒന്ന് വിളിക്കാവോ? അങ്ങനെ ഞങ്ങള് അതായത് എന്റെ നൈബറാണ് കൂടെ വിളിച്ചേ, കുട്ടു വിളിച്ചേ. അങ്ങനെയല്ലല്ലോ ശരിക്കുള്ള ടോണിലെ ഇങ്ങനെ ഇവിടെ തടവിയിട്ട് ഇങ്ങനെ കുട്ടു ഒന്ന് കാണിച്ചേ. അതൊന്ന് കാണിച്ചേ. കുട്ടു അതെ ബെഡ്റൂമിൽ കയറിയല്ലേ. ഇപ്പൊ ബീവറേജ് ആണല്ലോ കൂടുതൽ. എന്ത് പറ്റി കഥകളിൽ? ഞാൻ വടക്കാഞ്ചേരി സ്റ്റേഷൻ എന്റെ ഫ്രണ്ടില് ബീവറേജ് ആണല്ലോ. അവിടെ നിന്ന് കഥ കിട്ടും. ഞങ്ങളവിടെ നിയറസ്റ്റ് ബീവറേജും ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനും അടുത്തടുത്ത് നിൽക്കുന്നത്. ഈ കഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇൻസ്പിറേഷനായി ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠ സാറിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ലേഡി പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. 10ാം ക്ലാസ്സിൽ തോറ്റു വന്ന ഒരു മനുഷ്യൻ, തോൽവികൾ മാത്രം ഉണ്ടായ മനുഷ്യൻ PSC പഠിച്ചു, അത് ഓടിച്ചിട്ട് പഠിപ്പിച്ചത് ഒരു മാഷാണ്. ആ കഥ പറയൂ. ആക്ച്വലി ഞാൻ 10ാം ക്ലാസ് ഞാൻ തോറ്റിട്ടില്ല. +2 ഞാൻ തോറ്റിട്ട് ഞാൻ ഇവന് ഒരുമിച്ചെത്തി. പിന്നെ ഇവൻ ഡിഗ്രിക്ക് എത്തിയപ്പോൾ ഞാൻ +2 തന്നെ എത്തി. ഞങ്ങളിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ ഡിഗ്രിക്ക് പോയി ഞാൻ +2 എഴുതാൻ പോയ കഥയൊക്കെ ഉണ്ട്. എന്നെ പഠിപ്പിക്കാൻ എന്റെ വീട്ടുകാർ ഇവനെ പിടിച്ചിർത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ കഥയാണ്. അത് അങ്ങനെ തോറ്റ ഞാൻ പഠിച്ച സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 കൊല്ലമായിട്ട് 100% മേടിച്ചിരുന്ന ഒരു സ്കൂളാണ് SN ട്രസ്റ്റ് നാട്ടിക. 4ാം കൊല്ലം അവർ ഉറപ്പിച്ചിട്ട് കംപ്ലീറ്റ് ഗ്രാൻഡ് പരിപാടി സെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വലതുകാലി വെച്ച് കയറണത്. അത് കയറി റിസൾട്ട് വന്നു 52-10-128 എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. റിസൾട്ട് വന്നു. ഞാൻ മാത്രം 8 മാർക്ക് മേടിച്ച് തോറ്റു. എഴുതി തോറ്റു.
പിറ്റത്തെ കൊല്ലം പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും മാനസികമായിട്ട് ഭയങ്കര വിഷമട്ടോ. എന്നാലും എനിക്ക് നാണല്ലേ, വേറെ വഴിയില്ല. പോയി എഴുതി തോറ്റു. അങ്ങനെ 3 കൊല്ലം തോറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എഴുതി പാസ്സായി. പിന്നെ ഡിഗ്രിക്ക് പോയിട്ട് ഞാൻ മലയാളം അടക്കം തോറ്റ പരിപാടി അവസാനിച്ചു. അങ്ങനെ കുറെ നാൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ കൊണ്ട് വീട്ടുകാരെ കാശ് ചെലവാക്കാൻ കുറെ തിരിഞ്ഞ് നടന്നു. ഒരു 25-ാമത്തെ വയസ്സിലൊരു പ്രേമം പൊടിഞ്ഞപ്പോഴേക്ക് ബോധോദയം ഉണ്ടായത്. നമ്മൾ പോണ വഴി പിഴച്ച വഴിയാണ്, തെറ്റുന്നല്ല. അങ്ങനെ അവിടെ തന്നെ ജീവിതം തിരിയണത്. ആ സമയമാകുമ്പോ 2 അയാൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തോ? നിങ്ങളെ രക്ഷപ്പെടുത്തിയത് അയാളല്ലേ? ഞാൻ അവളെ വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞു. എന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് അവളുടെ കാല് പിടിക്കണമെന്നുണ്ടായിരുന്നു. ഭർത്താവിന്റെ ചവിട്ട് കിട്ടുന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി. എന്നാലും ഞാൻ ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ വിറ്റ് എന്താ വെച്ചാൽ അവളെ ഹസ്ബൻഡ് എന്റെ ഭയങ്കര ഫാനാ. അവനറിയൂല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ പേരും ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, വണ്ടി വിളിച്ചു വന്നിട്ട് ഇടിയിട്ടു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് മദ്യപാനം വളരെ മോശം കാര്യമാണ്. എന്നാലും ഞാൻ പറയാം, അതുവരെയാണ് എനിക്ക് പ്രകാശ് മാഷിനെ കിട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഒരു ആള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷേ ജീവിതം ആകെ വഴി വിട്ട് കിടക്കുക, ഒരു പിടുത്തം കിട്ടലില്ല. അച്ഛനാണെങ്കിൽ സൗദിയിൽ 10-15 കൊല്ലം പണിയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തി. ഇനി എന്ത് ചെയ്യണമെന്നില്ല. അപ്പൊ അച്ഛന് കൃഷിപ്പണി പരിപാടിയൊക്കെയാണ്. അപ്പൊ ആള് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചോ ആള് നോക്കാന്നുകൊണ്ട് സിമ്പിളായൊരു വാക്കാണ്. ആള് ഞാൻ എന്റെ പകുതി ആരോഗ്യസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണ് ആള്. അയാൾ എന്നെ ഓടിച്ചിട്ട് തല്ലി ആകെ തിക്കും തിരക്ക് കലാപമയോ. എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കല് തുടങ്ങി. ആദ്യം ഞാൻ 1-2 വട്ടം പറ്റാണ്ടൊക്കെ നിർത്തിപ്പോ ഒരാളാണ്. അപ്പോഴേക്കും പിന്നെ ആള് പിന്നെ ഒരു വട്ടം ഇവിടെ വന്നു, വീട്ടിൽ വന്നു. എല്ലാ സ്കൂളിലെ മാഷന്മാരും ഏറ്റവും മോശം കുട്ടിയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗില്ലേ, ഇവൻ നല്ല കഴിവുള്ളവനാ പക്ഷെ പഠിക്കില്ല എന്ന്. ആ സാധനം എന്റെ വീട്ടിലാക്കി. എന്റെ വീട്ടുകാർ അപ്പൊ തന്നെ കൊറിയർ കിട്ടുമല്ലോ ഇങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്ന് ഞാനൊരു ശ്രീനാരായണ ഗുരു മന്ദിരത്തില് ഞാനും ശ്രീനാരായണ ഗുരു മാത്രമായി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചാള് അങ്ങനെ പോയി കിട്ടി. ആദ്യം ഫയർഫോഴ്സ് കിട്ടി, അതിന്റെ ഫിസിക്കല് തോറ്റു. അപ്പൊ ആളെന്നെ വേറൊരു മാഷിനെ പരിചയപ്പെടുത്തി, തുളസി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്താൽ മതി എന്ന് വെച്ചു. അവിടത്തെ ആള് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്ത പോലെ എന്നൊക്കെ ചെയ്തത്. ട്രെയിനിങ് ഓടിച്ച് ചോരൊക്കെ തുപ്പേണ്ട അവസ്ഥയായി. അങ്ങനെ ഞാൻ 112 കിലോ 85 കിലോ എത്തിച്ചു. അതേ അവസ്ഥയാക്കി ആളെന്നെ. അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഫിസിക്കൽ പോലീസിന്റെ പാസ്സായി. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ ഇരുന്നിട്ടാണ് പോലീസിന്റെ എക്സാം എഴുതിയത്. എന്നിട്ട് ഇവൻ ഫിസിക്കൽ തോറ്റിട്ടു. ഇവൻ കയറിന്റെ മുകളിൽ കയറിയിട്ട് നിലത്തേക്ക് വീണു. മറ്റേ അമ്പലത്തിന്റെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നുള്ള 2-10 പേരുടെ കെട്ടായിട്ട് ആംബുലൻസിൽ എടുത്തോണ്ടേ ഗ്രൗണ്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ പാസ്സായിന്റെ ഒരു 6 മാസം വിളിക്കാൻ LD ക്ലർക്ക് കിട്ടി. അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങളിപ്പോ തോറ്റവരുടെ PSC ഗ്രൂപ്പിന്റെ തലവനാണ്. ഭയങ്കര അത് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടു പഠിക്കരുതെന്ന് നാട്ടുകാർ പറയാം. കൊല്ലത്തുള്ളൊരു ചേച്ചി പറയണം എന്നെ കണ്ടു പഠിക്കണം. ഞാൻ ആലോചിക്കാം, വിധിയെടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പറ്റില്ലല്ലോ, ആർക്കും പറ്റില്ല. രാഹുൽ എങ്ങനെ ഈ കൂട്ടത്തിൽ കൂടിയത്? ഒരുമിച്ച് പഠിച്ചതുകൊണ്ടാണോ? അല്ല, മുന്നേ തൊട്ട് ഞങ്ങളുണ്ട്. അപ്പൊ കോവിഡ് സമയത്താണ് തുടങ്ങിയത്. അപ്പൊ തൊട്ടപ്പുറത്തെ എന്റെ വീട്. അപ്പൊ വിളിച്ച് ഇത് മുന്നേ തൊട്ടേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതില്. അപ്പൊ പിന്നെ ഇവനും ജോയിൻ ചെയ്തപ്പോ വിളിച്ചു. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇതുവരെ നിങ്ങളുടെ ക്രിക്കറ്റ് ആണ് ഭയങ്കരമായിട്ട് വൈറലായത്. അത് യൂട്യൂബിൽ ഹിറ്റ് ആയല്ലേ? യൂട്യൂബിലും എല്ലാത്തിലും ഫേസ്ബുക്കിലും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് അതിലൂടെ. ഞങ്ങൾ മില്യൺ കണ്ടതായില്ല, അങ്ങനെ ഒരു സാധനം വ്യൂലുണ്ടെന്ന് കണ്ടത്. അതാണ് ഒരു ശരിക്കും ഒരു കരുത്ത് ആയതല്ലേ, ഒരു ഇൻട്രസ്റ്റ്. ആ ലെവല് വീഡിയോ ചെയ്യണില്ലാന്നാണ് പറയുന്നത്. ആ ലെവലിലേക്ക് ഇടയ്ക്ക് ചിന്തിക്കും. അതാണ് അത് ബുദ്ധിപരമായിട്ടുള്ള അതല്ല. അതിനകത്തൊരു ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ ക്രിക്കറ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അതും കൂടെ അതിനകത്തൊരു കണക്ട് ചെയ്തിട്ട് നാട്ടുമ്പുറത്തെ ക്രിക്കറ്റ് ഒക്കെ എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ്. അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചു നേരം കണ്ടിരിക്കാനും പറ്റി. നല്ല ലെങ്ത് 20-23 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. അതെ അതെ. അത് തുടങ്ങി തന്നെ ഒരു ചെറിയൊരു ഡയലോഗ്, ആ ഒരൊറ്റ ഡയലോഗിൽ അതായത് ഇവന്റെ ഒരു ദിവസം ഇവന്റെ കാമുകി പറ്റിച്ചപ്പോ അവളുടെ അടുത്ത് പറഞ്ഞു ഡയലോഗ്, ഞാൻ പാവലട പഞ്ചപാവം പ്രാക്ക് കേസ് തൊട്ടൊരു ഡയലോഗ് എന്റെ അടുത്ത് പറഞ്ഞു. ഇത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ടാണ് 2 സൈഡിക്ക് ഞാൻ എഴുതി അവസാനം 25 മിനിറ്റായി. സിജാലയായി സീരിയല് പോലെ പോവാ. ആ രണ്ടിടത്തും അത് പഞ്ചായിരുന്നു കേട്ടോ. അല്ല, ഇതില് ഞാൻ അതുപോലെ ഗസ്റ്റ് റോള് മാത്രം ഉണ്ടാകുന്നുള്ളൂ. ഇതിൽ എനിക്ക് ലീഡ് റോള് തന്നിക്കുന്നു.
ചെയ്യങ്ങോട്ട് പറഞ്ഞിട്ട് അതെ 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 അതെ. പ്രാന്ത് കേസ് അല്ലേ? എന്താ അതിനാ പറയാ? പ്രാക്ക് പ്രാക്ക് കേസ്. പ്രാക്ക് കേസ് എന്ന് പറയുന്നത് അത് നല്ല പഞ്ചായിരുന്നു അവിടെ. ആ പോട്ടടാ പ്രാക്ക് കേസ്. പാവട അത് ഞാൻ സ്വയം തന്നെ പറയുന്നതാ. പാവട ഞാൻ പഞ്ചപാവ പ്രാക്ക് പ്രാക്ക് കേസ്. ഞാനിപ്പോ ഒരു 25 കൊല്ലമായിട്ട് എനിക്കിപ്പോ 32 വയസ്സായി. ഞാൻ എന്റെ അറിവില് ജീവിതത്തിൽ ഇതുവരെ മൊത്തം ഒരു 10-15 ദിവസം എന്റെ അറിവിൽ ഞാൻ ബാറ്റ് കൈകൊണ്ട് പിടിക്കാണ്ടിരുന്നിട്ടുള്ളൂ. അത് കാലൊടിഞ്ഞിട്ടൊക്കെ ഇരുന്നപ്പോ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ബാറ്റ് കൊണ്ട് ഒരാളില്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര കൊല്ലത്ത് ഇങ്ങനെ ഗ്രൗണ്ടിൽ കേൾക്കുന്ന കഥകൾ ഇങ്ങനെ കേട്ട് 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 അതിന്റെ ഏറ്റവും വലിയ കേസ് ഞങ്ങൾ എഴുതി ചെയ്തതല്ല. ആ സാധനം ഞങ്ങൾ എഴുതിയിട്ടേ ചെയ്തല്ല. ഞങ്ങളിങ്ങനെ ക്രിക്കറ്റുകൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങാന്നുകൊണ്ട് 1 മിനിറ്റിന്റെ വീഡിയോ തുടങ്ങി. അത് 5 മിനിറ്റായി 10 മിനിറ്റായി അവസാനം 3 ദിവസം ഷൂട്ടായി. ഷൂട്ടിന്റെ സമയത്ത് ചിലര് ക്രിക്കറ്റ് അറിയാത്തവരുണ്ട് ഇതില്. അപ്പൊ അവരുടെ കുറച്ച് കിട്ടുമ്പോ സ്പോട്ടില് അത് ആഡ് ചെയ്ത് അതാണ് പരിപാടി. ഇനി ഭാര്യ താര, ശരിക്കും നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എന്താണ്? കുറച്ച് വീടപ്പുറം. എന്റെ വീട്ടിൽ പറഞ്ഞ പോലെ വീട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നു. മാനസിക രോഗിയാണ് മോളെ വേണ്ട. അത് കഴിഞ്ഞ് കുട്ടിന്റെ വീട്ടുകാര് വന്ന് പറഞ്ഞു, മോളെ നിനക്ക് ഭ്രാന്താണ്, അവനതിലും വലിയ ഭ്രാന്താണ്. അവസാനം കെട്ടി. ഞാൻ അറിഞ്ഞില്ല എത്ര വലിയ ഭ്രാന്തുണ്ട്. പക്ഷെ രസമായിരുന്നില്ലേ നിങ്ങളുടെ കോംബോ ഇല്ലേ? കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ചില സമയം ഈ പറയുന്നത് പോലെ അഡൽട്ട് കോമഡിയിലേക്ക് പോകുന്നത് ഒരു ടൈമിൽ അതും ഹിറ്റായിരുന്നു അല്ലേ? അതെ ഞാൻ നോക്കുമ്പോ എല്ലാ പ്ലാറ്റ്ഫോമും ഡിഫറെന്റാ. ഫേസ്ബുക്ക് ടൈപ്പ് ഓഡിയൻസ് അല്ല ഇൻസ്റ്റാഗ്രാം, ഇത് ടൈപ്പ് അല്ല യൂട്യൂബ് ഞങ്ങൾ അധികം ആക്റ്റീവ് അല്ല, യൂട്യൂബിൽ കുറവാണ്. അപ്പൊ ഞങ്ങൾ ഈ 2 മീഡിയ അപ്പൊ ഇതിൽ നോക്കുമ്പോ കുറച്ച് അഡൽട്ട് കണ്ടന്റ് അങ്ങനത്തെ ഓവറായിട്ടല്ല കേട്ടോ. കാരണം നല്ലൊരു വിധം ആൾക്കാർക്ക് മനസ്സിലാവുന്ന അത്ര ഇല്ലാത്ത രീതിയിലുള്ള സാധനം ഇൻസ്റ്റാഗ്രാമിൽ പോകും. അങ്ങനത്തെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഏജ് കുറച്ച് യങ്ങായ ആൾക്കാർ യൂസ് ചെയ്യണം തോന്നുന്നു. മറ്റേലും അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സദാചാരക്കാര് കയറി നിരങ്ങും. ഫേസ്ബുക്കിൽ ഏറ്റവും വലിയ വൃത്തികെട്ടന്മാര് വരും. അതങ്ങനെ. പക്ഷെ അതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതും ആൾക്കാരിൽ എത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആരും പ്രൊഫഷണലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല. ഞാൻ പോലീസിലാണ്, ഇവള് സൈക്കോളജിസ്റ്റ് ആണ്, ഇവൻ LD ക്ലർക്കാണ്, ഇവൻ അക്കൗണ്ടന്റ് ആണ്, ജിൻചാറിന് സ്വന്തമായിട്ട് ലോണ്ടറി സർവീസ് ഉണ്ട്, വേറെ ഉണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ കൂടിയിട്ട്. പക്ഷെ ആ ദിവസം ഞങ്ങൾ 10 വീഡിയോ ഷൂട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ ബാക്കി ദിവസം ഞങ്ങൾ പണിക്കും. കാരണം ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ഞങ്ങൾക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആൾക്കാരില്ല, മ്യൂസിക് ചെയ്യാൻ ആൾക്കാരില്ല, എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഞങ്ങൾ തന്നെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൂടി ഇവിടെ തന്നെയാണോ ഈ അടുത്ത് ഞങ്ങൾക്ക് ഒരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഇതിൽ വന്നു. പിന്നെ ഇതിൽ മെയിൻ എന്താ വെച്ചാൽ ഞങ്ങൾ അടുത്തുള്ളവരാണല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിന് 99% വീഡിയോസിലും നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല. കുട്ടി ഫ്രീ ആയിരിക്കുമ്പോൾ വിളിക്കും, ഞായറാഴ്ച ഫ്രീ ആണോ, രാഹുൽ ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്, അപ്പോൾ ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്. അങ്ങനെ വരുന്നു. ചെറിയൊരു ത്രെഡുമ്മ തുടങ്ങി അതങ്ങനെ ഞങ്ങൾ ചെറിയ സംഭവം ചെയ്ത് വലുത് വരുമ്പോൾ അതൊരു വീഡിയോ ആവുന്നതാണ്. ഒരു 99% നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതിയ കണ്ടന്റുകൾ ഉണ്ടായിരിക്കും, ചെറിയ ഐഡിയാസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോ ഈ കണക്കിനാവും. ഓരോ റീടേക്ക് വരുമ്പോഴാണ് ഞങ്ങള് പിന്നെയും അപ്പൊ വീണ്ടും അന്ന് നമുക്ക് ഇതുകൂടി കയറ്റാം. റീടേക്ക് കൂടുന്തോറും ലെങ്ത് കൂടി കൂടുതൽ സാധനങ്ങൾ കയറും. റീടേക്ക് കൂടുമ്പോഴാണ് ചിലപ്പോ നമ്മളെത്ര പറയില്ല, അഴുക്കിച്ചാലിന്റെ മുകളിൽ എത്ര പൊതപ്പിട്ട് മൂടിയാലും ഇതിന്റെ മണം പുറത്ത് വരുന്ന അതുപോലെയാ. കൂടുതൽ തെറ്റിക്കണത് ഞാനാവും. അപ്പൊ പിന്നെ എനിക്കാവും ആ കൂടുതൽ അടയിലൊക്കെ പറയാനുള്ള അവസരം തരുന്നത് എനിക്കാവും. ഇനി ബാറ്റിന്റെ കഥ. ഈ ബാറ്റ് വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ടെന്നീസ് ബോളിൽ ഒരു വട്ടം സെഞ്ചുറി അടിച്ചിട്ടുള്ളൂ. അത് എന്റെ കാരണന്മാരുടെ കുരുത്തം കൊണ്ട് അന്നത്തെ ദിവസം അതിന് യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ബാറ്റിലാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. അപ്പൊ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു 3 മില്യൺ 3 മില്യണോളം ഇൻസ്റ്റാഗ്രാമിന്റെ വ്യൂ ഉണ്ട്. ഏകദേശം ആ റേഞ്ചിന്റെ ഫേസ്ബുക്ക് ഒക്കെ വ്യൂ ഉണ്ട്. അങ്ങനെ ആ ബാറ്റ് കടക്കാരന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കേണ്ടി വന്നു അവസാനം ഓർഡർ വന്നിട്ട്. അതായത് ഒരു ദിവസം 500 ബാറ്റിന്റെ ഓർഡർ ഒക്കെ വന്നു. അത്രയും ബാറ്റ് കേരളത്തിൽ ഈ സാധനം ഉണ്ടാവില്ലേ, അത്ര ആൾക്കാരിലെത്തി. GCC കൺട്രി മൊത്തം എത്തിയ വീഡിയോ അങ്ങനെ ഭയങ്കര. അങ്ങനെ ഒരു ദിവസം ഞാൻ അനിമൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കോൾ വന്നു, മിസ് കോൾ. ഞാൻ സിനിമയുടെ ഇടയിൽ കോൾ ഒന്നും എടുക്കാറൊന്നുമില്ല. ഞാൻ പടം കഴിഞ്ഞ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഒമർലുലാണ്. ഞാൻ വിളിച്ചു ഒമർലുലു. എനിക്ക് ഒമർലുലു എന്നുള്ള പേര് തൃശ്ശൂർ ഭയങ്കര യൂണീക്കാ. പെട്ടെന്ന് എന്നാലും ഒമർലുലു എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനോടാ മനസ്സിലായി, എനിക്കൊരു ബാറ്റ് എടുക്കണം. ഞാൻ ബാറ്റ് എടുക്കാൻ വരാൻ നോക്കുമ്പോൾ ഉമർലുലു, കാസ്റ്റിംഗ് ഡയറക്ടർ വൈശാഖ്, അവിടത്തെ അസിസ്റ്റന്റ്, എല്ലാ പടങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആസാദ്, ഇവരൊക്കെ വണ്ടി കൊണ്ടുവിടുന്നു.
ബാറ്റ് എടുക്കാൻ പോയി. ബാറ്റ് എടുക്കാൻ പോണായിട്ട് ചോദിക്കണം അങ്ങനെ ഒരു മൂഡിലായിരുന്നു. അവസാനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആകെ തൊരങ്ങനെ അടക്കി പിടിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു അടുത്ത പടത്തിൽ വല്ല ചാൻസ്. അപ്പൊ തന്നെ അടുത്ത പടത്തിൽ എനിക്കൊരു റോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് കടയിൽ ചെന്നു ബാറ്റ് ഫ്രീ ആയിട്ട് അടുത്ത പ്രൊമോഷൻ ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അങ്ങനെ പോയി. അങ്ങനെ ക്രിക്കറ്റ് ബാറ്റ് എനിക്ക് തോന്നുന്നു ടെന്നീസ് ബോള് ക്രിക്കറ്റ് കളിച്ചിട്ട് ആ ഫീൽഡിൽ ജീവിതം രക്ഷപ്പെടുത്തി വരുന്നുണ്ട്. പക്ഷെ ടെന്നീസ് ബോള് ക്രിക്കറ്റ് കളിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ ചിലപ്പോൾ ലോകത്തായിട്ടാണ് ഞാനും. ഒരു ക്രിക്കറ്റ് ബാറ്റ് കാരണം സിനിമയിലെത്തിയ ആദ്യത്തെ ആളാവുകയാണ് കുട്ടു. അത് ഭയങ്കര തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പൊ പടം ചെയ്തോണ്ടിരിക്കല്ലേ? പടം ഇനിയിപ്പോ ക്ലൈമാക്സ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു 6-7 ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലൈമാക്സിന് ഇപ്പൊ ബ്രേക്ക് ചെയ്താ ഇപ്പൊ നടക്കണ്ട 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു ഇതിന്റെ അടുത്ത ഷൂട്ട്. മുത്തശ്ശിയാണോ മുത്തശ്ശനാണോ മരിക്കാൻ കിടക്കുന്നത്? മറ്റേ വയറിൽ കയറി ചവിട്ടി പിടിക്കും ഓക്സിജൻ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര പഴയ ഒരു ഇംഗ്ലീഷുകാർ ചെയ്തിട്ടുള്ള പഴയ ഒരു ജോക്കാട്ട. എനിക്ക് തോന്നുന്നു മറ്റേ പണ്ടത്തെ VGA ക്യാമറയിൽ പോലത്തെ ഉള്ള ഒരു പ്രിന്റിലുള്ള ഇതാണ്. എന്താ ഇങ്ങനെ കാല് ട്യൂബിൽ നിന്ന് എടുക്കണ മറുമോ അങ്ങനെ ഒരു പഴയ വീഡിയോ ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഞാനത് ആ ഒരു കണ്ടന്റ് എന്റെ അറിവിൽ കിട്ടിയിട്ട് എനിക്കൊരു 10 കൊല്ലത്തിന് മുകളിലായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ വേറെ എന്തൊരു കാര്യത്തിന് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബും കൊള്ളൊക്കെ മേടിച്ചിട്ടപ്പോഴാണ് ഈ സാധനം. കാരണം നമുക്ക് അന്നത്തെ കാലത്ത് മെമ്മറീസ് കുറച്ച് നിൽക്കും. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ അത്രയും ആ ഒരു സംഭവം ഇങ്ങനെ കിടക്കണമായിരുന്നു. അങ്ങനെയാണ് അത് സംഭവം ചെയ്തത്. അത് സ്വന്തം കണ്ടന്റ് അല്ല ഇപ്പൊ തന്നെ പറയാലോ. അതായത് ഒറ്റ ഇൻഫ്ലുവൻസർ സമ്മതിക്കാത്തൊരു വിഷയമുണ്ട്. വല്ല ഭാഷയിൽ സാധനം അടിച്ചു മാറ്റി ചെയ്താലും അവരത് സമ്മതിക്കില്ല. പക്ഷെ നമ്മളത് കാരണം ഇന്ന് അത്രയും വൈഡാണ് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനുള്ളത്. എവിടെ നിന്ന് അടിച്ചു എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോ ഇതിന്റെ സംഭവം അതെന്റെ ഒന്നല്ല. പക്ഷെ അത് മലയാളവൽക്കരിച്ചു. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒരു വേർഡ് ബീപ്പിട്ട് ആഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ബീപ്പിട്ടില്ല, മറ്റേ ബീപ്പിട്ട് വെച്ചു. അത്രേ ഉള്ളൂ. ഇൻസ്റ്റയിൽ ബീപ്പിട്ടിട്ടില്ല, ഞാൻ കേട്ടായിരുന്നു. അപ്പോ ഈ പെരിങ്ങണ്ടൂർക്കാർക്ക് എന്താണ് നിങ്ങളെന്ന് പറയുന്നത്? അതിന്റെ ഒരു പഴയ ഒരു പിക്ചർ മാറിയോ? ഇല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് അവർക്കൊരു വിലയൊക്കെ പിക്ചർ മാറി? അത് 2017 എനിക്ക് പോലീസിൽ ജോലി കിട്ടിയപ്പോ മാറി. അപ്പൊ തന്നെ സീൻ ചേഞ്ച് ആയി. കുറെ പേരെ PSC വെച്ചിങ്ങനൊക്കെ ഞങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണം അറിയോ? ജോലി കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ആക്ച്വലി ഇവിടെ IPS കാരുണ്ട്. ഇവിടെ 4 വീട് അപ്പുറത്ത് IPS കാരുണ്ട്. ഇവിടെ നാട്ടിൽ പഠിച്ച IPS എടുത്ത ഒരാളുണ്ട്. ആള് പക്ഷെ ജാർഖണ്ഡ് പോയ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള സെറ്റപ്പിലേക്ക് ആരുമില്ല. ഞാനൊരു 10-25 വയസ്സ് ഞാനും ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്നിട്ട് നമ്മള് നാട്ടിൽ ഇവരെ ഇങ്ങനെ കൂടെ കാള കഴിച്ച് നടന്ന പരിപാടി കഴിഞ്ഞ്, അതായത് അതപതിച്ചൊരു ലെവൽ എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ നമ്മൾ കിട്ടും ഇവിടെയാണ്. അപ്പൊ പാതാളത്തിന് താഴെ പോയിക്കണ അവസ്ഥ എടുക്കണം. നമ്മൾ ഒരു ദിവസം സുപ്രാത്തിൽ പൊന്തിയെന്ന് പറയുമ്പോ അതൊരു ഭയങ്കര, കാരണം എനിക്ക് തോന്നുന്നു ആ മാഷിന് ആളെടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-15 PSCന്റെ ബേസ്ഡ് ഗ്രൂപ്പുകളുടെ ഒക്കെ അഡ്മിൻ ആക്കി ആളെ അങ്ങനെ. പക്ഷെ ആൾക്ക് നേരില്ല, ആളൊരു ഗവൺമെന്റ് എംപ്ലോയി, ആളൊരു ഹെഡ് മാസ്റ്ററാ. പിന്നെ ആള് റിട്ടയർഡ് ആയ ശേഷം മിക്ക തിരിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പൊൻതോവൽ ഇത് തന്നെയായിരിക്കും, കൂട്ടുവിനെ ജയിപ്പിച്ചു. പക്ഷെ വീട്ടിലൊരു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇൻസ്പിറേഷൻ ആയില്ല. അതെ, മറ്റേ ഒരാളെ നമ്മൾ കണ്ടുപഠിക്കണം എന്ന് പറയുമ്പോ സാധാരണ നമ്മളൊക്കെ മൂത്ത ആൾക്കാരെന്നെ പറയാം. എന്റെ കുടുംബത്തെ നേരെ തിരിച്ചാ, അവനെ കണ്ടുപിടിക്കുന്ന പറയുമ്പോ ഞാൻ നോക്കുമ്പോ എന്റെ അനിയൻ സംഭവം വളർച്ചേനെ എല്ലാവരും കൂടുതലാണ്. നമ്മളൊരു 5.5 അടിയിൽ നിന്നു, പിന്നെ അവിടുന്ന് വളർന്നില്ല, ജീവിതത്തിലും ഉയരത്തിലൊന്നും. ഇതിങ്ങനെ പോവന്നെയാ. അപ്പൊ അത് ഭയങ്കര പാടാണ് ശരിക്കും. ഈ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുക. ഫാമിലി മെമ്പേഴ്സ് അച്ഛൻ, അമ്മ, അനിയന്റെ വൈഫാണ് അവളുള്ളത്. പിന്നെ എന്റെ ഭാര്യ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ലേ പ്ലസ് എല്ലാം ആദ്യമനാ, കല്യാണം ആദ്യവന്റെ, അനിയനാണെങ്കിലും എല്ലാറ്റിലും ഫ്രണ്ടിലാ. നമ്മളൊന്നും അവിടെ വരെ എത്തി സമയം കുറച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നിങ്ങൾ കല്യാണം കഴിക്കാൻ സാഹചര്യത്തിലേക്ക് എത്തി എങ്ങനെയാ അത് പറയൂ? ഞങ്ങള് കല്യാണം കഴിക്കാൻ സാഹചര്യം ഒന്നായിൽവക്കാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പറഞ്ഞതിന്റെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നടത്തിയത് ഇവിടെ അച്ഛനാ. അതാണ് കഥയിലെ ഏറ്റവും വലിയ ടിസ്റ്റ്. അപ്പൊ ആള് വിചാരിക്കണ്ടാവും എന്തിനാണ് ഞാനെന്നാ വഴിക്ക് പോയത്. എവിടെ നിന്ന് തൊട്ട് ഈ കല്യാണം മുടക്കണമെങ്കിൽ ആളാലോചിക്കാം, എവിടെ നിന്ന് തൊട്ട് ഞാൻ തിരുത്തി മുടക്കണം. 35-40 കൊല്ലം മുമ്പായിരുന്നു ഞാൻ ആദ്യം ചെയ്ത തെറ്റ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞു ഞങ്ങളെ നൈബർ എന്ന് പറയുമ്പോ അറിഞ്ഞൂടാ. ഞാൻ നോക്കുമ്പോ എനിക്ക് ഉണ്ടായിരുന്ന 2 റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് ഒരു 10-25 കിലോമീറ്റർ അപ്പുറത്തെയാണ്. അന്നൊന്നും ഞാൻ അത് പരിഗണിച്ചില്ല. ഞാനോട് 10 വയസ്സോളം വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു 2003 വേൾഡ് കപ്പില് ഞാൻ
ഓസ്ട്രേലിയയുടെ ഓരോ വിക്കറ്റ് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ക്ലബിന്റെ അവിടെ നിന്ന് കളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇവിടെ അവിടെ നടക്കേണ്ടി വന്നു. അന്ന് 3 വയസ്സ് അങ്ങനെ ഉള്ളൂ. അപ്പൊ അന്നൊക്കെ ഞാൻ കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടു പറഞ്ഞ ഇത് പൊട്ടീന അവസാനം ഇങ്ങനെ മൊത്തത്തില് ഇവിടെ തന്നെയായി. ഞാൻ പുറത്ത് പോക്കും പരിപാടിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ പരിചയപ്പെടുന്ന ഞാൻ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു എന്നാലും എങ്ങനെയൊക്കെയോ അതായത് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും. പക്ഷെ ഇത് എപ്പോഴത് കൺവേർട്ട് ആയി എന്നുള്ളത് എനിക്കും കറക്റ്റ് ഒരു ആൻസർ ഇല്ല. താരക്ക് ഓർമ്മയുണ്ടോ? നോക്കുമ്പോ എന്റെ ചേച്ചിക്കും എനിക്കും സെയിം മെസ്സേജ് അയച്ചിരുന്നു. ഇവളുടെ ചേച്ചി എന്ന് പറഞ്ഞോ പെരിങ്ങണ്ടൂരത്തെ സെലിബ്രിറ്റി ക്രഷാ. ഇവളുടെ ചേച്ചി ചിന്മയെന്ന് സ്കൂൾ ഇറങ്ങിയിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നാലെ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ പോണ പോലെ ആൾക്കാർ പോണ്ടാവും. ഏറ്റവും ഞാൻ അപ്പൊ അതാണ് അവസ്ഥ. ആ കഥ ഞാൻ അവളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അടിയന് തമ്മിൽ എന്താ അളിയൻ എയർഫോഴ്സിലായ കാരണം അളിയൻ എയർഫോഴ്സ് കോട്ട കൊണ്ടിരുമ്പോ ഞങ്ങനെ ആലോചിക്കും പണ്ടത്തെ ഓർമ്മ വിഷം കളിക്കാന്നുണ്ടാ പുറത്ത് അറിയൂല. അതുകൊണ്ട് കുടുംബപരമായിട്ട് ഞങ്ങൾ ഭയങ്കര അയ്യോ അതൊരു എപ്പിസോഡ് ചെയ്യാത്തുണ്ടോ? അവരുടെ കുറച്ച് ബന്ധുക്കളത് അറിയാൻ ഇതിങ്ങടെ ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലേ കഥകളൊക്കെ വരുന്നത്? സ്ക്രിപ്റ്റിംഗിലൊക്കെ ആരാ മെയിൻ ആയിട്ട് ഇടപെടുന്നത്? നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ മാത്രം നിൽക്കണം. തോട്ടുകൾ വരുമ്പോ കുറിച്ച് വെക്കും. അതല്ല മൊബൈലിൽ നോട്ട് ഇട്ട് വെക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നോ? തുടക്കത്തിൽ ഞാൻ ഒരു കാലൊടിഞ്ഞ 85 ദിവസം വീട്ടിലിരുന്നു ലിഗമെന്റ് പൊട്ടിയിട്ട്. ഇവന്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല. തലേ ദിവസം ഒരു ആവശ്യമില്ലാണ്ട് ജിമ്മിൽ പോയിട്ട് പഞ്ചിങ് പോകുമ്പോൾ ഒരു ചവിട്ടി ലിഗമെന്റ് പൊട്ടി. ഒരു ആവശ്യമില്ലാണ്ട് ഇവരൊക്കെ കല്യാണം കൂടുമ്പോ ഞാൻ കാലിവിടെ കയറ്റിട്ട് കിടപ്പായിരുന്നു. അപ്പൊ ആ ദിവസങ്ങൾ കറക്റ്റ് ടൈമിൽ ഇവന്റെ ജോലിയും പോയി. ഞാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ജോലി പോയതല്ല. പിന്നെ അവിടെ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും അവൈലബിൾ ആണ്. നാളെ തൊട്ട് നീ വരണ്ടെന്ന് MD പറയണത്. ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. അതായത് ശരിക്കും നമുക്ക് ലീഗലി യൂട്യൂബിന്റെ ഇതിന് ചെയ്യണതിനൊക്കെ നമുക്ക് പാടില്ല, പെർമിഷൻ എടുക്കണം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ റവന്യൂ എടുക്കണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ റവന്യൂ പരിപാടി ഇല്ല. അത് മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിന് റവന്യൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം. പിന്നെ 1-2 തട എന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ ഒരു ACP ലെവലുള്ള ഒരാള്, ജഡ്ജി, അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരായതുകൊണ്ട് അവിടെ വരെയൊക്കെ എത്തുന്ന ഒരു തട കിട്ടും. പിന്നെ ഞാൻ പുറക്കുന്ന സ്റ്റേഷന്റെ എല്ലാവരും കാണുന്നതാണ്. അപ്പൊ അവരും ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സിനിമയുടെ കേസൊക്കെ പറഞ്ഞാലും അവരാണ് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഭയങ്കര സപ്പോർട്ടാണ് ആ കാര്യത്തില്. കുറെ കലാകാരൻ പിന്നെ ഞാൻ നോക്കിയാൽ ഈ കാക്കിക്കുള്ളിൽ കയറുമ്പോ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കുറെ ഇങ്ങനത്തെ സാധനങ്ങൾ പോകും. കാരണം 24 മണിക്കൂർ ഡ്യൂട്ടി, പ്രത്യേകിച്ച് ഒരു ലീവ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ടൈം ടു ടൈം ജോലിയില്ല, പഞ്ചിങ് ഇല്ല, അങ്ങനൊരു സംഭവമില്ല. നമ്മൾ ലീവ് ആയിട്ട് വെച്ചാൽ മാത്രം നമ്മൾ ലീവ് ആവണോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആവണം. അപ്പൊ ഇങ്ങനെ ഫുൾ ബിസി ആകുമ്പോൾ ഓരോരുത്തരും ഇങ്ങനത്തെ പലതൊന്നും വിട്ടുപോയില്ല. എല്ലാവരും ഈ ജോലി കിട്ടുന്നവർ അവരെന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റിയിൽ ആയി. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരാളായിട്ട്, ഞാനാണ് ആ സ്റ്റേഷനിൽ ഏറ്റവും ജൂനിയർ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ പഴയ ഓരോരോ ആർട്ടിസ്റ്റുകൾ, ഓരോരോ സ്പോർട്സുകാർ, അവരൊക്കെയാണ്. പിന്നീട് അവരവരുടെ റെസ്പോൺസിബിലിറ്റി. ഞാൻ ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഒന്നാലും ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പൊ എനിക്ക് അത്ര പ്രശ്നമില്ല. ഈ തൃശ്ശൂർ സ്ലാങ് പിടിച്ച് ഹിറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് തൃശ്ശൂർ സ്ലാങ് തന്നെയല്ലേ? അച്ചടി തൃശ്ശൂർ ഭാഷ. തൃശ്ശൂർ സ്ലാങ്ങിൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുമോ നിങ്ങൾ പരസ്പരം? ഞങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ കഴിയുന്നത് ഈ നോർമലി തൃശ്ശൂർ സ്ലാങ് തന്നെയല്ലേ. ഞങ്ങൾ എങ്ങനെയാണോ അതാണ് ഈ തൃശ്ശൂർ ഭാഷ നമ്മുടെ ഇവിടെ ഇല്ല. അത് നമ്മുടെ പട്ടാള മാർക്കറ്റ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ ചപ്പട്ട റോഡ് എടുത്തൊരു വരിന്ന് പോയി, പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചപ്പട്ട റോഡ് എടുത്തൊരു വരിന്ന് പോയി. എന്താ പറഞ്ഞത്? ചപ്പട്ട റോഡ് എടുത്ത് വരിന്ന് പോയി. എന്താ സംഭവം? ചപ്പട്ട റോഡ് എടുത്ത് ഒരുത്തൻ വരിന്ന് പോയി എന്ന് പറഞ്ഞാൽ മോശം പെരുമാറ്റം നടത്തിയ ഒരുത്തനെ കൊന്നു കളഞ്ഞു, തീർത്തു. ചപ്പട്ട റോഡ് എന്ന് പറഞ്ഞാൽ മോശം പരിപാടി എടുത്ത ഒരുത്തനെ വരിന്ന് പോയി എന്ന് പറഞ്ഞാൽ കൊന്നു. അപ്പൊ മരിച്ചു എന്നുള്ള വാക്കിന് തൃശ്ശൂര് ഭാഷയില് പടായി, ചെമ്മിരുമ കയറി, വരിന്ന് പോയി, പൂതിയായി, പിന്നെന്താ പെട്ടിയെ കയറി. എനിക്ക് തോന്നുന്നു 25 പേരിയായി ഉണ്ടോ ഒരു വാക്കിന്. അശ്ലീലത്തിന് വേണ്ടി ഞാൻ പറയണില്ല. അത് 2 കൈയും കാലും തലയിലെ മുടിയാൻ കണ്ണിയെ തീരില്ല, എത്ര വാക്കുകളുണ്ടോ.
അപ്പൊ ഇതേപോലെ ഇങ്ങനെ കുറെ അപ്പൊ ഇങ്ങനെ കുറച്ച് സ്പീഡ് കൂടുതലാണ് തൃശ്ശൂർ ഭാഷ. അത് കുറയ്ക്കാൻ നോക്കും, അത് മാത്രമല്ല. അത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ സ്പീഡ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീരെ മനസ്സിലാവില്ല. ശരിക്കും നമ്മള് ആദ്യം സ്ഥിരം കമന്റ് വന്നത് ഇത്തിരി സ്പീഡ് പറയുകയാണെങ്കിൽ മനസ്സിലാവും, 3-4 വട്ടം കണ്ടാലാണ് മനസ്സിലാവണം. അങ്ങനെ ഒരു ഞങ്ങൾ ഇത്തിരി സ്പീഡ് കുറച്ചുണ്ട് പിന്നെ വീഡിയോയിൽ. അതാണ് ആ കുടിച്ചത്. അതാണ് ചെയ്യുന്നത്. അത് കുറച്ച് പാടായിരിക്കല്ലേ? ഇതിന് കുറച്ചും കൂടെ നീങ്ങിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അത്ര സ്പീഡ് ഇല്ല. ഞാൻ പറയാ ഇപ്പൊ എനിക്ക് മനസ്സിലാവണം തന്നെ. അതുകൊണ്ടാ കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നതോറും മാർക്ക് ശരിക്കും പറയാ പട്ടാളം മാർക്കറ്റ് 10 മിനിറ്റ് പോയിരുന്നു കഴിഞ്ഞാൽ അതാണ് ശരിക്കും തൃശ്ശൂർ ഭാഷ. ഓക്കെ, നിങ്ങളത് പിടിച്ചു പോവുക. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ ചെയ്തില്ലേ, അതേപോലെ ടെമ്പോ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ നിങ്ങളെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ വരുത്താൻ ശ്രമിക്കുക, പണിയെടുക്കുക. ടൈം ഇത്രയും നല്ല ഈ കുറെ എല്ലാവരും അവൈലബിൾ ആയി കിട്ടണം. പിന്നെ പോലെ ഷൂട്ട് ചെയ്യാനൊക്കെ ഈ കുറെ സമയം കുറെ ആൾക്കാരെ കൂടി കിട്ടാൻ ഇപ്പൊ പറ്റുന്നില്ല. എല്ലാവരും പല വഴി തിരക്കൊക്കെ ഉണ്ട്. അന്ന് കോവിഡൊക്കെ ആയിട്ട് എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കിട്ടില്ല. അതാണ് ഇപ്പൊ അധികം ഷോർട്സിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറെ പേര് അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സുഖമാണ്. സ്ക്രിപ്റ്റ് ആയിണ്ടത് കാരണം നമ്മള് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ ആൾക്കാരെ കിട്ടിയിട്ടില്ല. അപ്പൊ പ്ലാൻ ഉണ്ട്. പിന്നെ അപ്പോൾ മൂവിയൊക്കെ വന്നില്ല, അത് കഴിഞ്ഞ് പതുക്കെ എന്തായാലും സിനിമയൊക്കെ നടക്കട്ടെ, പുതിയ പുതിയ സിനിമകളിലൊക്കെ വരട്ടെ, എല്ലാവരും സിനിമയിലേക്ക് എത്തട്ടെ. ഓക്കെ, നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.